Hi everyone, welcome back to my channel. Had ഇംഗ്ലീഷിൽ എപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് ഈ വീഡിയോയിൽ കൂടി വിശദമായി നോക്കാം. പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോയിലേക്ക് പോകാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് had is used in English when you need to indicate past perfect tense, emphasizing the completion of an action before another past event. മറ്റൊരു ഭൂതകാല സംഭവത്തിന് മുമ്പ് ഒരു പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ഭൂതകാലം സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ had ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, by the time I arrived at the party, Suresh had too much drink. ഞാൻ പാർട്ടിക്ക് എത്തുന്നതിന് മുൻപ് സുരേഷ് അമിതമായി മദ്യം കഴിച്ചിരുന്നുവെന്ന് കാണിക്കുന്നു. അതായത് രണ്ട് സമയ ഫ്രെയിമുകളുള്ള ഏതെങ്കിലും കാര്യം അറിയിക്കാൻ അല്ലെങ്കിൽ രണ്ട് പ്രവൃത്തികൾ സമയത്താൽ വേർതിരിക്കുമ്പോൾ സംസാരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. I had breakfast before I went to work. They dismissed him before he had a chance to apologize. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഹാഡിൻ്റെ ഉപയോഗം? കഴിഞ്ഞ ഒരു കാര്യം വേറൊരു കാര്യത്തിന് മുൻപാണ് നടന്നത് എന്ന് കാണിക്കുവാനും പണ്ട് നടന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കാണിക്കുവാനും നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കണ്ടീഷൻ പറയുവാനും വേണ്ടിയും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സെൻറ്റൻസ് മേക്കിംഗ് ടെൻസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ടെൻസിനെ സംബന്ധിക്കുന്ന വീഡിയോകൾ ധാരാളം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. Thanks for watching.